ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഇനിയും പഠിക്കാൻ ഏകദേശം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, 2 മാസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ള ഓരോ സമയവും നിങ്ങളുടെ വളരെ വിലപിടിച്ച സമയങ്ങളാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ ലിസ്റ്റിൽ വന്നവർ പോലും തഴയപ്പെടുകയാണ് PSCയിൽ. അപ്പം ഫസ്റ്റ് ഒരു 50-100 പേര് നിങ്ങൾ ആ ഒരു റാങ്കിൽ നിങ്ങൾ വരാൻ വേണ്ടി ഓരോ ആൾക്കാരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതുപോലെയുള്ള വീഡിയോകളായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോകളായിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ വീക്കിലി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രീവിയസ് OBG ഗൈനക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗൈനക്കോളജി അല്ല എങ്കിലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എയ്ഡ് ഫോർ സ്ട്രോങ് ആസിഡ് ആൽക്കലി പോയിസണിങ്. സോ ഗാസ്ട്രിക് ലാവേജ്, tickling back of pharynx by finger, swallowing concentrated salt solution, do not induce vomiting. So ഇവിടെ കറക്റ്റ് ആൻസർ do not induce vomiting എന്നുള്ളതാണ്. ഫസ്റ്റ് എയ്ഡ് ഫോർ സ്ട്രോങ് ആസിഡ് ആൽക്കലി പോയിസണിങ്, do not induce vomiting. അപ്പൊ സാധാരണയായിട്ടുള്ള ഹൗസ് ഹോൾഡിലായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് ഐറ്റംസ്, മറ്റു പല കാര്യങ്ങൾക്ക് ഫോമിക് ആസിഡ് റബ്ബർ ഷീറ്റിൽ മിക്സ് ചെയ്യുന്നുണ്ട്, ഫോമിക് ആസിഡ്, അതുപോലെ നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓക്സാലിക്, സാലിസിലിക്, അങ്ങനെ വളരെ ടൈപ്പ് ആസിഡ്സ് ഉണ്ട്. ഈ ആസിഡ്സ് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡു നോട്ട് ഇൻഡ്യൂസ് വോമിറ്റിംഗ്. അതുപോലെ ആൽക്കലി ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ദ പ്ലാസന്റ അറ്റ് ടൈം. അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ദ പ്ലാസന്റ അറ്റ് ടൈം. കറക്റ്റ് ആൻസർ 1/6 ബേബീസ് വെയിറ്റ് ആണ്. 1/6 ബേബീസ് വെയിറ്റ് ആണ് പ്ലാസന്റയുടെ വെയിറ്റ് അറ്റ് ടൈമിലാണ്. ആ ടൈമിൽ 508 ഗ്രാം ആണ്, 508 ഗ്രാം ആണ് പ്ലാസന്റയുടെ ഭാരം. തിക്നെസ് 2.5 സെന്റിമീറ്റർ. റേഷ്യോ 1/6 എന്ന് പറഞ്ഞ പോലെ 1:6 ആണ് റേഷ്യോ. 1:6. 22 സെന്റിമീറ്റർ ലെങ്ത് ആണ് പ്ലാസന്റയുടെ, 22 സെന്റിമീറ്റർ ലെങ്ത്. പ്ലാസന്റ അറ്റാച്ച്ഡ് ടു യൂട്രിൻ വാൾ, എസ്റ്റാബ്ലിഷ് കണക്ഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് ഫീറ്റസ് ത്രൂ അംബ്ലിക്കൽ കോഡ്. അംബ്ലിക്കൽ കോഡിലൂടെയാണ് മദറിൽ നിന്നുള്ള ന്യൂട്രിയൻസും, അതുപോലെ മദർ ഇപ്പം എന്താണ് ഉപയോഗിക്കുന്നത്, ഇപ്പൊ മദർ ഡ്രഗ്സ് ആണ് ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും ടോക്സിൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പ്ലാസന്റയിലൂടെ കുഞ്ഞിലേക്ക് എത്തുകയാണ്. സോ പ്ലാസന്റ അറ്റാച്ച്ഡ് ടു അപ്പർ പാർട്ട് ഓഫ് ദ യൂട്രസ്. അംബ്ലിക്കൽ കോഡ് അതർ നെയിം ആണ് ഫ്യൂണിസ്, FUNIS. അംബ്ലിക്കൽ കോഡിന്റെ മറ്റൊരു പേര് ഫ്യൂണിസ്. അംബ്ലിക്കൽ കോഡിന്റെ ലെങ്ത് 50 സെന്റിമീറ്റർ ആണ്, ഡയമീറ്റർ 1.5 സെന്റിമീറ്റർ ആണ്. അംബ്ലിക്കൽ കോഡിന്റെ ലെങ്ത് 50 സെന്റിമീറ്റർ, ഡയമീറ്റർ 1.5 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the part of fetal circulation which becomes fossa ovalis after birth. Correct answer foramen oval ആണ്. The part of fetal circulation which becomes fossa ovalis. Foramen oval ആണ് ബർത്തിന് ശേഷം fossa ovalis എന്നറിയപ്പെടുന്നത്. Foramen oval അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ allows blood to enter left atrium from right atrium. ലെഫ്റ്റ് ആർട്ടറിയത്തിലേക്ക് ബ്ലഡ് റൈറ്റ് ആർട്ടറിയത്തിൽ എത്തുന്നത് ഫോറമൻ ഓവൽ വഴിയാണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഫാൾസെപ്റ്റി, FALSEPTI. ഫാൾസെപ്റ്റി എന്നറിയുന്നതാണ് ഫോറമൻ ഓവൽ. അംബ്ലിക്കൽ ആർട്ടറീസും അതുപോലെ വെയിനും ഉണ്ട്. അംബ്ലിക്കൽ ആർട്ടറി കാരീസ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഫ്രം ഫീറ്റൽ സർക്കുലേഷൻ ടു പ്ലാസന്റ. ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കാരി ചെയ്യുന്ന അംബ്ലിക്കൽ ആർട്ടറിയാണ്. ഓക്സിനേറ്റഡ് ബ്ലഡ് കാരി ചെയ്യുന്ന അംബ്ലിക്കൽ വെയിൻ ആണ്. അപ്പൊ 2 ആർട്ടറി 1 വെയിൻ. ഫീറ്റലില് 2 ആർട്ടറി 1 വെയിൻ ഉണ്ട്. അതുപോലെ ഇവിടെ ഡക്ടസ് ആർട്ടീരിയോസിസ് പറഞ്ഞു. ഡക്ടസ് ആർട്ടീരിയോസിസ് എന്നുള്ളത് എന്താണ്? അലൗ കണക്ഷൻ ബിറ്റ്വീൻ പൾമണറി ആർട്ടറി ആൻഡ് അയോട്ട. പൾമണറി ആർട്ടറിയിൽ നിന്ന് അയോട്ടയിലേക്കുള്ള കണക്ഷനാണ് ഡക്ടസ് ആർട്ടീരിയോസിസ് ചെയ്യുന്നത്. ഇവിടെ അംബ്ലിക്കൽ ആർട്ടറീസ് പറഞ്ഞാൽ 2 ആർട്ടറീസ് ആണ്. അതുപോലെ അംബ്ലിക്കൽ വെയിനും ഒരു വെയിൻ ആണ്. അംബ്ലിക്കൽ ആർട്ടറി carry deoxygenated blood from the fetal circulation to placenta. Next question, which of the following condition of a pregnant woman needs immediate attention? ഏത് കണ്ടീഷനാണ് പ്രഗ്നന്റ് വുമണിൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എപ്പിഗാസ്ട്രിക് പെയിൻ. എപ്പിഗാസ്ട്രിക് പെയിൻ ആണ് പ്രഗ്നന്റ് വുമണിൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ടത്. കണ്ടിന്യൂസ് എപ്പിഗാസ്ട്രിക് പെയിന് പ്രഗ്നൻസിയിൽ ഉണ്ടാകുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ, വിച്ച് മേ ബി ദ
കോംപ്ലിക്കേഷൻസ് ഡ്യൂ ടു ലിവർ ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ എൻലാർജ്മെൻറ്റ് ഓഫ് ദ ലിവർ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാരണമാകാം. വളരെ റെയർ ആയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രീ എക്ലാംസിയയ്ക്ക് കാരണമാകാം. അബ്നോർമാലിറ്റീസ് ഇൻ ദ ലിവർ, അതുപോലെ ഹൈ ബ്ലഡ് പ്രഷറും ഒക്കെ പ്രീ എക്ലാംസിയയ്ക്ക് കാരണമാകാം. വളരെ റെയർ ആയിട്ടാണെങ്കിലും എപ്പിഗാസ്ട്രിക് പെയിന് പ്രീ എക്ലാംസിയയ്ക്ക് കാരണമാകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പിഗാസ്ട്രിക് പെയിൻ പ്രഗ്നൻസിയിൽ തുടരെ ഉണ്ടാകുമ്പോൾ അത് കോംപ്ലിക്കേഷൻ ആകുമെന്ന് പറയുന്നത്. Which among these is a sign or symptom of impending labor? Which among these is a sign or symptom of impending labor? Correct answer, lightening ആണ്. Lightening. Which among these sign or impending labor? Lightening ആണ്. സോ തേർഡ് ട്രൈമസ്റ്ററിൽ ബേബി ഡ്രോപ്പ് ഡൗൺ ചെയ്ത് താഴോട്ട് വരുന്നു, മദർ പെൽവിസിലേക്ക് അറ്റാച്ച് ചെയ്ത് വരുന്നതാണ് ഡ്രോപ്പിംഗ് ഓർ ലൈറ്റനിങ് എന്ന് പറയുന്നത്. തേർഡ് ട്രൈമസ്റ്ററിൽ ഒരു ഡെലിവറി അടുക്കാനാകുമ്പോഴേക്കും ബേബി ഡ്രോപ്സ് ഡൗൺ ചെയ്യും, മദേഴ്സ് പെൽവിസിലേക്ക് ഇറങ്ങി ഡ്രോപ്പ് ആയിട്ട് താഴോട്ട് ഇറങ്ങി വരും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡ്രോപ്പിംഗ് ഓർ ലൈറ്റനിങ്. ഡ്രോപ്പിംഗ് എന്നും അറിയപ്പെടുന്നുണ്ട്. ക്വിക്കനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ബേബി മൂവ്മെന്റ്, ദാറ്റ് ഈസ് ക്വിക്കനിങ്. ഫസ്റ്റ് ബേബി മൂവ്മെന്റ് ആണ് ബിറ്റ്വീൻ 16 to 25 വീക്ക്, 16 തൊട്ട് 25 ആഴ്ചകൾക്കിടയിലുള്ള ഫസ്റ്റ് ബേബിയുടെ മൂവ്മെന്റ് ആണ് ക്വിക്കനിങ്. ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാൾസ് ലേബർ പെയിൻ കൺട്രാക്ഷൻസ് ആൻഡ് റിലാക്സേഷൻ ഓഫ് യൂട്രൈൻ മസിൽസ്. ഫാൾസ് ലേബർ പെയിൻ ആണ് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ. ക്വിക്കനിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫീറ്റൽ മൂവ്മെന്റ് ആണ്. ലൈറ്റനിങ് എന്ന് പറയുമ്പോൾ കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുന്നതാണ്, അത് ലേബറിന്റെ അടുത്താണ് വരുന്നത്. ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ ഫാൾസ് ലേബർ പെയിൻ ആണ്, ഇറഗുലർ കൺട്രാക്ഷൻ ആയിരിക്കും. ഫാൾസ് ലേബർ പെയിൻ ആണ് ബ്രാക്സ്റ്റൺ ഹിക്സ്. ഈ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ കാണുന്നത് 20 ആഴ്ചയ്ക്ക് ശേഷം ആണ്, ഇറഗുലർ ആയിരിക്കും. ട്രൂ ലേബർ പെയിൻ ആണെങ്കിൽ 37 ആഴ്ചയ്ക്ക് ശേഷം, 37 തൊട്ട് 40 ആഴ്ചയ്ക്കുള്ളിലാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. റെഗുലർ കൺട്രാക്ഷൻസ് ആയിരിക്കും. മറ്റേത് ഇറഗുലർ ആണ്, കാണുന്നത് 20 ആഴ്ചയ്ക്ക് ശേഷമാണ്. ദെൻ ഇവിടെ ടൈറ്റനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈറ്റനിങ് ബെല്ലി ടൈറ്റനിങ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ബെല്ലി ടൈറ്റനിങ് എന്ന് പറയുമ്പോൾ കൺട്രാക്ഷൻ ആണ്, മെയിൻ സൈൻ ഓഫ് ലേബർ ആണ്. 30 to 60 സെക്കൻഡ് കൺട്രാക്ഷൻ വരുമ്പോഴാണ് സാധാരണ ട്രൂ ലേബർ എന്ന് പറയുന്നത്. ലേബറിന്റെ ഒരു സൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് എക്ലാംസിയ. എക്ലാംസിയയുടെ മാനേജ്മെന്റ് മഗ്നീഷ്യം സൾഫേറ്റ് എന്നുള്ള ഡ്രഗ് ആണ്, മഗ്നീഷ്യം സൾഫേറ്റ്. Preeclampsia is complicated with convulsion or coma. It is called eclampsia. Preeclampsia കോംപ്ലിക്കേഷൻ വരുമ്പോൾ, preeclampsia എന്ന് പറയുമ്പോൾ ഹൈപ്പർടെൻസീവ് ഡിസോർഡർ ആയിട്ടുള്ള ഒരവസ്ഥയാണ്. അത് ട്രീറ്റ് ചെയ്യാതെ വരുമ്പോൾ അത് എക്ലാംസിയയിലേക്ക് വരും. ആ ഒരു സമയത്ത് കൺവൽഷനും പേഷ്യന്റ് കോമയിലേക്കൊക്കെ പോകും. ഹൈ BP ആയിരിക്കും. യൂറിനിൽ പ്രോട്ടീൻ ഉണ്ടാവും, സീഷേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് എക്ലാംസിയയിൽ ഉണ്ടാകുന്നത്? ഹൈ BP, പ്രോട്ടീൻ ഇൻ യൂറിൻ, സീഷേഴ്സ്. അപ്പൊ സീഷേഴ്സിനെ കൺട്രോൾ ചെയ്യാനാണ് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നേഴ്സ് ഈസ് ഇൻ എ ലേബർ റൂം ഷുഡ് ഡു ദിസ് മെഷർ ടു പ്രിവെന്റ് പ്രൊലോങ്ഡ് ലേബർ ടു എ പേഷ്യന്റ്. കറക്റ്റ് ആൻസർ, മെയിൻറ്റെയിനിങ് പാർട്ടോഗ്രാഫ്. നേഴ്സ് ഈസ് ഇൻ ലേബർ റൂം ഷുഡ് ഡു ദിസ് മെഷർ. പ്രൊലോങ്ഡ് ലേബർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പാർട്ടോഗ്രാഫ് ഉപയോഗിക്കുന്നു. പാർട്ടോഗ്രാഫ് ഈസ് എ ഗ്രാഫിക്കൽ റെക്കോർഡ് ഓഫ് ദ ഒബ്സർവേഷൻ മെയ്ഡ് ഓഫ് വുമൺ ഇൻ ലേബർ. ലേബറിലുള്ള വുമണിന്റെ എന്തൊക്കെയാണ് ഒബ്സർവേഷൻസ് എല്ലാം നമുക്ക് എഴുതി വെക്കുന്ന ഒരു രേഖയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാഫാണ് പാർട്ടോഗ്രാഫ്. അതിനകത്ത് വൈറ്റൽ സൈൻസ് ഉണ്ടാവും, ടൈം ഓഫ് സ്പോണ്ടേനിയസ് റപ്ചർ ഓഫ് മെംബ്രെയിൻ, എപ്പോഴാണ് മെംബ്രെയിൻ റപ്ചർ ആയെന്ന് കാണും, കൺട്രാക്ഷൻസ് കാണും, എത്ര മാത്രം കൺട്രാക്ഷൻസ് ഉണ്ടായി, അതുപോലെ യൂറിൻ ഔട്ട്പുട്ട്, കളർ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ഡ്രഗ്സ്, ഏതൊക്കെ ഡ്രഗ്സ് ആണ് പേഷ്യൻസിന് കൊടുക്കുന്നത്, ഫീറ്റൽ ഹാർട്ട് റേറ്റ്, ഓക്സിറ്റോസിൻ കൊടുക്കും, ഓക്സിറ്റോസിൻ സമയത്ത് കൊടുക്കും, സ്റ്റിമുലേറ്റ് യൂട്രൈൻ കൺട്രാക്ഷൻ ഓഫ് മസിൽസ്. അപ്പൊ അതെല്ലാം എഴുതുന്നതാണ് ഈ ഒരു പാർട്ടോഗ്രാഫ്. ഓക്സിറ്റോസിൻ കൊടുക്കുന്നത് ടു ഇംപ്രൂവ് ദ കൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ മസിൽസ്. ദാറ്റ്സ് വൈ വി ആർ അഡ്മിനിസ്ട്രിങ് ഓക്സിറ്റോസിൻ. Next question, technique used by a midwife in second stage of labor to facilitate delivery over an intact perineum. Correct answer, ironing out. Ironing out is a technique used by a midwife in second stage of labor to facilitate delivery over an intact perineum. Ironing out എന്ന് പറയുന്നത്, ironing out of perineum എന്ന് പറയും. അത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ ചെയ്യുന്നതാണ്. സ്ട്രെച്ചിങ് ആൻഡ് മസാജ് ഓഫ് പെരിനിയം, മസാജ്, പെരിനിയൽ മസാജ് ആണ് കൊടുക്കുന്നത്. അതാണ് അയണിങ് ഔട്ട് എന്ന് പറയുന്നത്, പെരിനിയൽ മസാജ്.
അത് ഈസി ഡെലിവറിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, ഡെലിവറി സ്മൂത്ത് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ദെൻ ബിയറിംഗ് ഡൗൺ എഫോർട്ട്. ബിയറിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പുഷിംഗ് എന്ന് പറയില്ലേ, പുഷ് ചെയ്യാൻ പറയില്ലേ, അത് തന്നെയാണ് ബിയറിംഗ് ഡൗൺ എഫോർട്ട്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ വുമണിനോട് പറയാം, എൻകറേജ് വുമൺ ടു ടേക്ക് ഡീപ് ബ്രീത്ത് അറ്റ് ബിഗിനിങ് ഓഫ് കൺട്രാക്ഷൻ, ദെൻ ഹോൾഡ് ഇറ്റ് ആൻഡ് ബിയർ ഡൗൺ. കൺട്രാക്ഷൻ വരുന്ന സമയത്തൊന്ന് ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് വളരെ പുഷ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് പുറത്തേക്ക് വിടാൻ പറയാം. ബിയറിംഗ് ഡൗൺ ആ ഒരു പുഷിംഗ് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കുഞ്ഞ് പെട്ടെന്ന് തന്നെ വജൈനൽ ഡെലിവറി പോസിബിൾ ആകാൻ വേണ്ടിയാണ് ബിയറിംഗ് ഡൗൺ എഫോർട്ട് ചെയ്യുന്നത്. എപ്പിസിയോട്ടമി എന്ന് പറയുമ്പോൾ സർജിക്കൽ ഇൻസിഷൻ ഓഫ് പെരിനിയം ബിറ്റ്വീൻ വജൈനൽ ഓപ്പണിംഗ് ആൻഡ് എനസ്, ദാറ്റ് ഈസ് എപ്പിസിയോട്ടമി. ആ ഒരു വേ ക്ലിയർ ആകണം. എസ്പെഷ്യലി ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെയാണ് അത് സാധാരണ ചെയ്യാറുള്ളത്, എപ്പിസിയോട്ടമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the measure of which is done to manage shoulder dystocia. The measure of which is done to manage shoulder dystocia. Correct answer, McRoberts maneuver ആണ് ഷോൾഡർ ഡിസ്റ്റോഷ്യയിൽ നമ്മളൊരു മാനേജ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്. McRoberts maneuver. എന്താണ് ഷോൾഡർ ഡിസ്റ്റോഷ്യ? ഷോൾഡർ ഡിസ്റ്റോഷ്യ മീൻസ് one or both of baby's shoulder stuck inside mother pelvis during labor. ഒന്ന് അല്ലെങ്കിൽ രണ്ട് കൈയും കുഞ്ഞിന്റെ കൈകള് മദറിന്റെ പെൽവിസിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയാണ്. അപ്പൊ നോർമൽ ഡെലിവറി പോസിബിൾ ആവില്ല. അപ്പോഴാണ് McRoberts maneuver ചെയ്യുന്നത്. അതെന്താണെന്ന് നോക്കാം. McRoberts maneuver. In case of shoulder dystocia during childbirth and involves hyperflexing the mother's legs tightly to her abdomen. പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഹൈപ്പർഫ്ലെക്സ് ചെയ്യാണ്, നമ്മുടെ മദറിന്റെ അബ്ഡമന്റെ ഭാഗത്തേക്ക് കാല് ഫ്ലെക്സ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് മൊബിലിറ്റി അറ്റ് ദ സാക്രോലിയക് ജോയിന്റ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. സാക്രോലിയക് ജോയിന്റിന് മൊബിലിറ്റി കൂടുന്നു. അതുപോലെ അലവിംഗ് റൊട്ടേഷൻ ഓഫ് ദ പെൽവിസ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദ റിലീസ് ഓഫ് ദ ഫീറ്റൽ ഷോൾഡർ. അതുപോലെ പെൽവിസ് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫീറ്റൽ ഷോൾഡർ റിലീസ് ആവുന്നു, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്നു. അപ്പൊ ഷോൾഡർ ഡിസ്റ്റോഷ്യയിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഒരു McRoberts maneuver. അപ്പൊ ഇനി നിങ്ങൾ പിക്ചർ കണ്ടാണ് പഠിച്ചത്, ഇനി മറക്കരുത്. അടുത്തൊരു മാനുവറോട് നോക്കാം, ബേൺസ് മാർഷൽ മാനുവർ. അതിനകത്ത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ രണ്ട് മാനുവറാണ് നമ്മൾ പഠിക്കുന്നത്, ഒന്ന് McRoberts, അടുത്തത് ബേൺസ് മാർഷൽ. മാനുവർ യൂസ്ഡ് ഡ്യൂറിംഗ് ആൻ അസിസ്റ്റഡ് ബ്രീച്ച് പ്രസന്റേഷനിൽ യൂസ് ചെയ്യുന്ന മാനുവറാണ് ബേൺസ് മാർഷൽ മാനുവർ. The baby's legs and trunk should be allowed to hang until the nape of the neck is visible at the mother's perineum. അതുപോലെ ഈ ബ്രീച്ച് പ്രസന്റേഷനിൽ വരുമ്പോൾ കുഞ്ഞിന്റെ ബ്രീച്ചിന്റെ ഭാഗവും ബട്ടക്സിന്റെ ഭാഗവും അതുപോലെ കാലും പുറത്തേക്ക് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മളെ നെയ്പ്പ് ഓഫ് ദ നെക്ക് കുഞ്ഞിന്റെ നെക്ക് കാണുന്നവരെ, പെരിനിയത്തിൽ കാണുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. സോ ആ ഒരു വെയിറ്റ് ഉണ്ട്, ആ ഒരു കുഞ്ഞിന്റെ ആ വെയിറ്റ് that will exert gentle downwards and backwards traction to promote flexion of the head. ഇപ്പൊ ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന്. സോ ഈ പിക്ചർ കണ്ടില്ലേ, ഇത് കുഞ്ഞിന്റെ ബ്ലീച്ച് പ്രസന്റേഷനിൽ കുഞ്ഞിന്റെ ബട്ടക്സും കാലും പുറത്തേക്ക് വരുന്നു. അപ്പൊ ഇവിടെ ഹാങ് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നു. അപ്പൊ ഈ പ്രഷർ ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടെ ഹെഡ് ഓട്ടോമാറ്റിക്കലി ഫ്ലക്ഷൻ വരുന്നു. പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. സോ ദാറ്റ് ഈസ് ബേൺസ് മാർഷൽ മാനുവർ, അതുപോലെ McRoberts maneuver. ബേൺസ് മാർഷൽ മാനുവർ നമ്മൾ ഒന്നുകൂടെ കാണിക്കാം മറക്കാതിരിക്കാൻ വേണ്ടി. ഓക്കെ, മനസ്സിലായി തോന്നുന്നു. സോ McRoberts maneuver ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. (38/2021) സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമിന്റെ ഗൈനക്കോളജി പോർഷനും കൂടെ നമുക്ക് നോക്കണം. ഗൈനക്കോളജിയിലല്ല, 70-71 ക്വസ്റ്റ്യൻ പീഡിയാട്രിക് പോർഷനാണ്. അപ്പൊ ഈ ഒരു രണ്ട് ക്വസ്റ്റ്യനോട് നോക്കിയിട്ട് നാളെ 72 തൊട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് പിന്നീടുള്ള ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ്? സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. Only 1 and 3. That is a correct. 1 and 3. 1 and 3 means hospital should have a written breastfeeding policy, encourage breastfeeding on demand. ഇത് രണ്ടും ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവിന്റെ 10
മേജർ പ്രിൻസിപ്പിളിലുള്ളതാണ്. ഇനിഷ്യേറ്റ് ബ്രസ്റ്റ് ഫീഡിങ് വിത്തിൻ 4 hours ഓഫ് ബർത്ത് എന്നുള്ളത് തെറ്റാണ്. വിത്തിൻ 1 hour ആഫ്റ്റർ ബർത്ത് എന്നാണ് കറക്റ്റ്. അപ്പൊ ആ ഒരു 10 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ഹാവ് എ റിട്ടേൺ ബ്രസ്റ്റ് ഫീഡിങ് പോളിസി ദാറ്റ് ഈസ് റൂട്ടീൻലി കമ്മ്യൂണിക്കേറ്റ്. ബ്രസ്റ്റ് ഫീഡിങ് പോളിസി ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ട്രെയിൻ ഓൾ ഹെൽത്ത് കെയർ സ്റ്റാഫ് ഇൻ സ്കിൽസ് necessary to implement this policy. Inform all pregnant women about the benefits and management of breastfeeding. Help mothers initiate breastfeeding within 1 hour of birth. 4 hour alla, within 1 hour ആണ്. Show mothers how to breastfeed and how to maintain lactation. Give newborn infants no food or drink other than breast milk unless medically indicated. Breast milk അല്ലാതെ മറ്റൊന്നും കൊടുക്കരുത്. Practice rooming in. Allow mothers and infant to remain together 24 hours a day. Rooming in പ്രാക്ടീസ് ചെയ്യണം. Encourage breastfeeding on demand. ആവശ്യമുള്ളപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കണം. Next question. Give no artificial teat or pacifiers, also called dummies or soothers, to breastfeeding infants. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പസിഫിയേഴ്സ് കൊടുക്കരുത്. Foster the establishment of breastfeeding support groups and refer mothers to them on discharge from hospitals or clinic. ഇങ്ങനെ 10 കമാൻഡ് പറയുന്നുണ്ട്. ഇത് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് പറയുന്നതാണ്. So next question. Presence of gas in the fetal large vessel is known as. Presence of gas in the fetal large vessel is known as Robert sign ആണ്. Robert sign ആണ് presence of ഗ്യാസ്, അതായത് ആഫ്റ്റർ ഡെത്ത്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെത്ത് കാണുന്ന ഒരു സൈൻ ആണ്. ആഫ്റ്റർ ഡെത്ത് കാണുന്ന ഒരു സൈൻ ആണിത്. നമുക്കത് നോക്കാം. റോബർട്ട് സൈൻ റെഫേഴ്സ് ടു ദ പ്രസൻസ് ഓഫ് ഗ്യാസ് ഷാഡോ വിത്തിൻ ദ ഹാർട്ട് ഓർ ദ ഗ്രേറ്റർ വെസൽസ് ഇൻ കേസസ് ഓഫ് ഫീറ്റൽ ഡെത്ത് ഇൻ യൂട്രോ. ഫീറ്റൽ ഡെത്ത് യൂട്രസിൽ സംഭവിച്ചു കഴിഞ്ഞാലാണ് റോബർട്ട് സൈൻ കാണുന്നത്. അതുപോലെ തന്നെ ഫീറ്റൽ ഡെത്ത് യൂട്രസിൽ വെച്ച് കാണുന്ന മറ്റൊരു സൈനാണ് സ്പാൾഡിംഗ് സൈൻ. റെഫേഴ്സ് ടു ദ ഓവർലാപ്പിംഗ് ഓഫ് ദ ഫീറ്റൽ സ്കൾ ബോൺസ് കോസ്ഡ് ബൈ കൊളാപ്സ് ഓഫ് ദ ഫീറ്റൽ ബ്രെയിൻ. ഫീറ്റൽ ബ്രെയിൻ കൊളാപ്സ് ആകുന്നത് കൊണ്ടുള്ള സൈനാണ് സ്പാൾഡിംഗ് സൈൻ. ഇറ്റ് അപ്പിയേഴ്സ് യൂഷ്വലി എ വീക്ക് ഓർ മോർ ആഫ്റ്റർ ഫീറ്റൽ ഡെത്ത് ഇൻ യൂട്രോ. അപ്പോൾ റോബർട്ട് സൈനും സ്പാൾഡിംഗ് സൈനും ഫീറ്റൽ ഡെത്ത് സംഭവിച്ച ശേഷമുള്ള സൈനാണ്. പാമേഴ്സ് സൈൻ ദാറ്റ് ഈസ് യൂട്രിൻ കൺട്രാക്ഷൻ ഫെൽറ്റ് ഡ്യൂറിംഗ് ബൈമാനുവൽ എക്സാമിനേഷൻ. മാനുവൽ എക്സാമിനേഷനിൽ യൂട്രിൻ കൺട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത്, മാനുവൽ എക്സാമിനേഷനിൽ ഫീൽ ചെയ്യുന്നതാണ് പാമേഴ്സ് സൈൻ. ഗുഡിൽ സൈൻ എന്നുള്ളത് ആൻ ഇൻഡിക്കേഷൻ ഓഫ് പ്രഗ്നൻസി ഇൻ വിച്ച് ദ സെർവിക്സ് ആൻഡ് വജൈന സോഫ്റ്റ്. സെർവിക്സും വജൈനയും സോഫ്റ്റ് ആകുന്ന ഒരു സൈനാണ് ഗുഡിൽ സൈൻ. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നാളെ ബാലൻസ് പോർഷൻ, അപ്പൊ നമ്മൾ പീഡിയാട്രിക്സും ഗൈനക്കോളജിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നാളെ പീഡിയാട്രിക്സിലെ ടാർഗറ്റ് ഹൈലെയും അതുപോലെ സോന്തേഴ്സിലെയും ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. All the best. Please share this video to your friends. Thank you for watching.